ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖമല്ലേ? സന്തോഷമാണോ? സന്തോഷമാണ്. ഇന്ന് എല്ലാവരും ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാവരും കൂടി ഒന്നിച്ച് ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെ ഒച്ചത്തിൽ പറയുമ്പോൾ ഉണ്ടല്ലോ, ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിങ്ങനെ കുഞ്ഞു മക്കൾ ഇങ്ങനെ ഒച്ചത്തിൽ ഈശോയെ സ്തുതിക്കുന്നത് കേൾക്കുന്നത് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമായി. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കും ഈശോ. നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് കൈകൂപ്പി പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, അങ്ങയോടൊപ്പം ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായും ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അങ്ങേക്ക് തരുമ്പോൾ ഈ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കുവാനും അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും അങ്ങനെ അങ്ങയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ വലിയ അഭിഷേകം കൊണ്ട് കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കിരിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ആ കഥയൊക്കെ ഓർക്കുന്നുണ്ടോ? രോഗികളായ കുറേ കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുക്കൽ അവരുടെ അമ്മമാർ കൊണ്ടിരുന്നതും അവരെ സുഖപ്പെടുത്തുന്നതും, അത് കഴിഞ്ഞിട്ടോ ഈശോ അവരെ എടുക്കുന്നു, ഈശോയുടെ മടിയിൽ അവർ കയറിയിരിക്കുന്നു അല്ലേ? എന്നിട്ട് ഈശോ അവരോട് എന്താ പറഞ്ഞേ? ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയേണ്ട. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. ആരെ പോലെ ഉള്ളവരുടേത്? കുഞ്ഞുങ്ങളായ നിങ്ങളെപ്പോലെ ഉള്ളവരുടേതെന്ന് ഈശോ പറഞ്ഞത്. അപ്പം ഇത്രയും സ്നേഹിക്കുന്ന ഈശോയെ നിങ്ങൾക്കും സ്നേഹിക്കണ്ടേ? തിരിച്ച് സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരെയായിരിക്കും? നിങ്ങളുടെ പപ്പയും മമ്മിയേയും തന്നെ അല്ലേ? പപ്പയും മമ്മിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു തരും, പിന്നെയോ നിങ്ങളുടെ കൂടെ കളിക്കും, നിങ്ങളുടെ കൂടെ ഉറങ്ങും, നിങ്ങൾക്ക് ചോറൊക്കെ വാരിത്തന്ന് അല്ലേ നിങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കും, ഉമ്മ വയ്ക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്യുന്നത്? നിങ്ങളോട് ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ലേ? ഇനി നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരാറില്ലേ? വിരുന്നുകാരൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ വരും. അപ്പോൾ അവർ വരുമ്പം നിങ്ങൾക്കിങ്ങനെ സ്വീറ്റ്സൊക്കെ കൊണ്ടു തരും അല്ലേ? അതൊക്കെ കൊണ്ടുവന്ന് ആർക്കാ കൊടുക്കുന്നത്? പപ്പയ്ക്കും മമ്മിക്കും ആണോ കൊടുക്കുന്നത്? അല്ല അല്ലേ? ആർക്കാ തരുന്നത്? നിങ്ങൾക്കാണ് ആദ്യം കൊണ്ടുവന്ന് അവർ തരും അല്ലേ? എന്തുകൊണ്ടാണ് അത്? കുഞ്ഞുമക്കളായ നിങ്ങളെ അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ ഓടി വന്ന് ആർക്ക് തരുന്നത്? നിങ്ങൾക്ക് സ്വീറ്റ്സും പലഹാരങ്ങളും ഒക്കെ അവർ കൊണ്ടുവന്ന് തരുന്നത്. ഇനി നിങ്ങൾ പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ കൂടെ പുറത്തേക്ക് പോകുകയെന്ന് വെച്ചോ, ഒരു തിരക്കുള്ള സ്ഥലം, പള്ളിയിലെ തിരുനാളിനൊക്കെ പോയിട്ടില്ലേ? ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലേ അന്നേരം അവിടെ. അപ്പം നിങ്ങൾ ആരുടെ കയ്യിലാണ് ഇങ്ങനെ മുറുകെ പിടിക്കുന്നത്? ആരുടെ കയ്യിലാണ്? പപ്പയെ അടുത്തല്ലെങ്കിൽ പപ്പയുടെ കൈ മുറുകെ പിടിക്കും, മമ്മിയാണെങ്കിലോ മമ്മിയുടെ കൈ മുറുകെ പിടിക്കും അല്ലേ? അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ നടക്കുന്നത്. ഇനി ഭയങ്കര തിരക്കാണെങ്കിലോ, ഒത്തിരി തിരക്കാണെങ്കിൽ അവർ നിങ്ങളെ എടുത്ത് തോളിലേക്ക് കയറ്റുമല്ലേ? അങ്ങനെ അപ്പം പപ്പയും മമ്മിയും എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമല്ലേ? പിന്നെ ആരെങ്കിലും നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇല്ല അല്ലേ? അവരുടെ തോളിലിരുന്ന് നിങ്ങൾ ചോദിക്കും, അതെന്നാ പപ്പ, ഇതെന്നാ മമ്മി അല്ലേ? അതിനെല്ലാം അവർ ഇങ്ങനെ മറുപടി തരും. അതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവരോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന്, മോളെ ഇങ്ങ് വന്നേ, ഇതുകൊണ്ടോ പിപ്പി മേടിച്ച് തരാം, ഐസ്ക്രീം മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പോകുമോ? ഇല്ല.
എന്തുകൊണ്ടാണ് പോകാത്തേ? അവരെ നിങ്ങൾക്ക് പരിചയമില്ല അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഓടി പപ്പയുടെയും മമ്മിയുടെ അടുത്തേക്ക് നിന്ന് അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കും അല്ലേ? പപ്പയ്ക്കും മമ്മിക്കും ഒത്തിരി സ്നേഹമുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ആരെയും നിങ്ങൾക്ക് പേടിക്കണ്ട അല്ലേ? അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സിസ്റ്റർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്നേഹമുള്ള പപ്പയും മമ്മിയെയും ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലേ, ഈ പപ്പയും മമ്മിയും ആരാ നിങ്ങൾക്ക് തന്നത്? ആരാ? ഈശോയാ നിങ്ങൾക്ക് തന്നത്. ഇത്രയും സ്നേഹിക്കുന്ന പപ്പയും മമ്മിയെയും തന്ന ഈശോ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാകും? ആ ഈശോയ്ക്ക് എത്രമാത്രം സ്നേഹമുണ്ടാകും? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഇത്രമാത്രം സ്നേഹമുള്ള ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ ഈശോയെ തിരിച്ച് സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം. നിങ്ങളുടെ നേഴ്സറിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? LKG UKG അപ്പം നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ? കൂട്ടുകാരുണ്ട്. എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കുമോ? ഇല്ല അല്ലേ? നിങ്ങൾക്കിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും അല്ലേ? ഒത്തിരി കൂട്ടുള്ള ചിലർ കൂട്ടുകാരുണ്ടാകും, കൂട്ടുകാരിമാരുണ്ടാകാം. അപ്പം നിങ്ങൾ രാവിലെ വരുന്ന പാടെ അവരുടെ അടുത്തേക്ക് ഓടി ചെലവല്ലേ, എന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും. പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ അവർക്കില്ലാതെ വന്നാൽ, അവർ വെള്ളം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ പെൻസിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, എൻ്റെ കയ്യിലുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്തു കൊടുക്കും അല്ലേ? അപ്പോഴേ ഇങ്ങനെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനും കൂട്ടുകാരിയും തിരിച്ച് സ്നേഹിക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയല്ലേ? അവർ നിങ്ങളോട് പിണങ്ങിയാലോ? അവർ 2-3 ദിവസം നിങ്ങളോട് മിണ്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും? സങ്കടമാവും അല്ലേ? സങ്കടമാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവർ മിണ്ടിയില്ലെങ്കിൽ പതുക്കെ കരയാൻ തുടങ്ങും അല്ലേ? എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിനോട് ചെന്നവർ, ടീച്ചറെ അവൻ എന്നോട് മിണ്ടുന്നില്ല അല്ലേ? അങ്ങനെ പറയും അല്ലേ? നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കിയേ. അപ്പം നിങ്ങളുടെ കൂട്ടുകാരിമാരും നിങ്ങളോട് മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് ഇത്രയും വിഷമം വരും അല്ലേ? അപ്പോഴേ ഈ ഈശോ എപ്പോഴും കൂടെ ആയിരുന്നുകൊണ്ട് ഇതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഈശോയോട് ഇതുപോലെ കൂട്ടുകൂടാതിരുന്നാലും മിണ്ടാതിരുന്നാലും ഈശോയ്ക്കും വിഷമമാകിയല്ലേ? ഈശോയ്ക്കും വിഷമമാകും കേട്ടോ. അതെന്തുകൊണ്ടാണ്? ഈശോ നമുക്ക് എന്തോരം അനുഗ്രഹങ്ങളാണ് തന്നേക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈശോ നമുക്ക് തന്നേക്കുന്നത്. സ്നേഹമുള്ള പപ്പേനെയും മമ്മിയും തന്നു, ചേട്ടായിമാരെയും ചേച്ചിമാരെയും തന്നു, കുഞ്ഞുവാവന്മാരെ തന്നു, വല്യപ്പച്ചന്മാരും വല്യമ്മച്ചന്മാരുമുണ്ട് അല്ലേ? ആൻറ്റിമാരുണ്ട്, അങ്കിളുമാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവരിലൂടെ ഈശോ തന്നു. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ആരാണ് തന്നത്? അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഈശോയാണ് ഇതെല്ലാം നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് ഈശോയെ തിരിച്ച് സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം. ഈശോയെ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് കാണണം. നിങ്ങളുടെ കൂട്ടുകാരോട് മിണ്ടുന്നത് എങ്ങനെയാണ്? എല്ലാ വിശേഷങ്ങളും പറയും അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ ഈശോയോടും അങ്ങനെ പറയണം. കുഞ്ഞുമക്കളായ നിങ്ങൾ ഈശോയോട് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈശോ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുക, നിങ്ങൾ പറയുന്നതും കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈശോയെ കൂട്ടുവിളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈശോയെ കൂട്ടുവിളിക്കണം. പഠിക്കുമ്പോൾ ഈശോയെ കൂട്ടുവിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നന്നായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റും. പിന്നെയോ കളിക്കാൻ പോകുമ്പം ഈശോയുടെ കൂടെ കളിക്കണം. ഈശോയോട് പറയണം, ഈശോയെ ഞങ്ങളോട് വാ കളിക്കാൻ വാ എന്ന് പറയണം. പിന്നെ TV കാണുവാണെങ്കിൽ ഈശോയെ കൂട്ടുപിടിക്കണം. ഈശോയോട് പറഞ്ഞു, ഈശോ നമുക്ക് TV കാണാം. ഭക്ഷണം കഴിക്കുമ്പോഴോ ഈശോയോട് പറയണം, ഈശോയെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഈശോയെ കൂട്ടിക്കൊണ്ട് പോകണം. ഉറങ്ങാൻ പോകുമ്പോഴും എന്ത് ചെയ്യണം? ഈശോയെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ കൂട്ടുകാരനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ഈശോയെ കൊണ്ട് നടക്കണം. ഈ ഉറങ്ങാൻ പോകുമ്പോഴേ പപ്പയും മമ്മിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അല്ലേ? നിങ്ങളെ ചിലപ്പോൾ കിടത്തി ഉറക്കും, പാട്ട് പാടിത്തരും, അല്ലെങ്കിൽ ചെറിയ കഥകളൊക്കെ പറഞ്ഞു തരും അല്ലേ? നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അവർ എഴുന്നേറ്റ് പോയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യും അല്ലേ? അത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈശോയെ കൂട്ടിക്കൊണ്ട് പോയി ഉറങ്ങിയാലുണ്ടല്ലോ, ഈശോ നിങ്ങളുടെ കൂടെ എപ്പോൾ ഉണ്ടാകും. നിങ്ങൾ എഴുന്നേൽക്കുന്നത് വരെ ഈശോ നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങും. ഇങ്ങനെ ഒരു കൂട്ടുകാരനെ ഈശോയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു കുട്ടികൾ ഒരുമിച്ച് ഈശോയോട് കളിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടോ? കണ്ടോ നിങ്ങളെപ്പോലെ കുഞ്ഞു കുട്ടികൾ ഉണ്ണീശോയുടെ കൂടെ കളിക്കുന്നത്? കണ്ടല്ലേ? അപ്പോഴേ ഇങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോൾ ഉണ്ണീശോ ഓടി വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നല്ല മിടുക്കന്മാരും മിടുക്കുകളും ആയിരിക്കണം. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, കുറുമ്പൊന്നും കാട്ടാൻ പാടില്ല, വാശി പിടിച്ചിരിക്കാൻ പാടില്ല. പപ്പയും മമ്മിയും പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല മിടുക്കരായിരിക്കണം. എന്നാലേ ഉള്ളൂ നമ്മൾ വിളിക്കുമ്പോഴേക്കും ഈശോ ഓടി വരുള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യണം? പപ്പയും മമ്മിയും പറയുന്ന അനുസരിക്കണം. അവരുണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. ഇഷ്ടമുള്ള സാധനം മാത്രം കഴിച്ചാൽ മതിയോ? പോരാട്ടോ. അപ്പോൾ അവരുണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ കഴിക്കണം, വേസ്റ്റാക്കി കളയാൻ പാടില്ല. അങ്ങനെ നല്ല മിടുക്കരായിട്ടിരിക്കണം. നല്ല കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ണീശോ ഓടി വരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായെന്ന് വെച്ചോ, പപ്പയും മമ്മിയും അടിച്ചു, വഴക്ക് പറഞ്ഞു, അപ്പോൾ വാശി പിടിച്ചിങ്ങനെ മിണ്ടാതിരിക്കുകയാണോ ചെയ്യണ്ടേ? അല്ല കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാമോ? ഈശോയോട് പറയണം, ഈശോയെ ഇത് പപ്പയും മമ്മിയും എന്നെ വഴക്ക് പറഞ്ഞു, എനിക്ക് ഒത്തിരി വിഷമമായെന്ന് ഈശോയോട് പറയണം. അപ്പോൾ ഈശോ നിങ്ങളുടെ വിഷമമൊക്കെ ഏറ്റെടുക്കും. ഒരു പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ ഈശോയേ, ആശ്വാസം നീയല്ലോ. എന്താ പാട്ടി പറയുന്നത്? നിങ്ങളുടെ കുഞ്ഞു മനസ്സിൻ്റെ ചെറിയ ചെറിയ നൊമ്പരങ്ങൾ, ചെറിയ ചെറിയ വേദനകളൊക്കെ ആരെടുക്കും? ഈശോ ഇങ്ങനെ ഒപ്പിയെടുക്കും. ഈ പാട്ട് നിങ്ങൾക്ക് അറിയാമോ? ഒന്നുകൂടി ഒന്ന് പാടി നോക്കിയാലോ? സിസ്റ്റർ പാടി കഴിയുമ്പോൾ നിങ്ങളത് ഏറ്റു പാടണം കേട്ടോ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ ഈശോയേ, ആശ്വാസം നീയല്ലോ. ഈ പാട്ട് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കേൾക്കാം കേട്ടോ. പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇതിന്ന് തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങളുടെ ഉണ്ണീശോയോട് കൂടെ നിങ്ങൾ എപ്പോഴും ആയിരുന്നുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഈശോയോട് പറയണം. എന്നിട്ട് ഈ പാട്ടൊക്കെ ഇടയ്ക്ക് പാടണം കേട്ടോ. ഇനി നമ്മൾ ഈശോയുടെ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? ഈശോ ജനിച്ച കഥയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? എന്നാ ഈശോയുടെ ബർത്ത്ഡേ? ഡിസംബർ 25 അല്ലേ? അപ്പോൾ ഈശോയുടെ ബർത്ത്ഡേ അങ്ങനെ അടുത്ത് വരിക. അപ്പോൾ നമുക്ക് ഈശോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നിങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ട് തരില്ലേ? തരുമല്ലേ? അപ്പം നമുക്ക് ഉണ്ണീശോയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. നമ്മൾ ഒരു സുഹൃത ജപം ചെല്ലുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഉണ്ണീശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ സുഹൃത ജപം നിങ്ങൾ ഒരു ദിവസം 10 പ്രാവശ്യം ചെല്ലണം. എൻ്റെ ഉണ്ണീശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. രാവിലെ എണീക്കുന്ന പാടെ നിങ്ങൾ 10 പ്രാവശ്യം പറയണം. എൻ്റെ ഉണ്ണീശോയെ
ഞാനങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. ഈ ആഴ്ച നിങ്ങൾ ഈ സുഹൃത ജപം ചൊല്ലണം. എന്നിട്ട് ഈ സുഹൃത ജപം എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഈശോയ്ക്ക് ഒരു കുഞ്ഞുടുപ്പായിട്ടാണ് ഈ ആഴ്ച സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെല്ലണേ. അപ്പം നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഇത്രയും നാളും ഈശോ നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് സ്നേഹമുള്ള പപ്പയെ തന്നു, മമ്മിയെ തന്നു അല്ലേ? നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയ ഉണ്ണീശോയോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് കൈകൂപ്പി പിടിച്ചു നിന്നു കേട്ടോ. സ്നേഹസമ്പന്നനായ നല്ല ഈശോയെ, ഇതേ ദിവസം അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും കുഞ്ഞുങ്ങളായി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് നന്ദി പറയട്ടെ. ഈശോയെ, അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ, എപ്പോഴും അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയോട് കൂട്ടുകൂടുവാൻ, അങ്ങയുടെ കൂടെ നടക്കുവാൻ കുഞ്ഞുങ്ങളായി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.